മണിക്കുട്ടൻ ഈ അടുത്ത് ഒരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടപ്പോഴാണ് മലയാള സിനിമ ഇത്രയും ഉപയോഗിക്കാത്തൊരു നടനുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയതിട്ട്. ആദ്യകാലത്ത് ഒരു സീരിയൽ വന്നിരുന്നു, കായംകുളം കൊച്ചുണ്ണി. അതിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു ആളുടെ. അത് കണ്ടിട്ടാണ് നമ്മുടെ സംവിധായകൻ വിനയൻ ആൾക്ക് ബോയ് ഫ്രണ്ട് എന്ന സിനിമയിൽ ഒരു ചാൻസ് കൊടുത്തത്. അന്ന് വിനയന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പൃഥ്വിരാജൊക്കെയാണ് ആളുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന നടൻ. അപ്പൊ ആ ലെവലൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മുടെ മണിക്കുട്ടൻ വന്നു. എന്തുകൊണ്ടോ ആൾക്കത് ക്ലിക്കായില്ല. സിനിമയിൽ ഒന്നും ആവാണ്ടായ പോലെ, അതായത് ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ഒതുങ്ങി പോയതുകൊണ്ട് ബിഗ് ബോസിൽ ഒരു ചാൻസ് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ വിന്നേഴ്സിനൊക്കെ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അഭിനയിക്കാനൊക്കെ. പക്ഷെ മണിക്കുട്ടന് മാത്രം എന്താണോ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ആരും വിളിച്ചില്ല. പിന്നെ ഇന്റർവ്യൂസ് വൈറലാവണ കാലാണല്ലോ, അതുകൊണ്ട് ഇന്റർവ്യൂലൊക്കെ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചാൻസ് കിട്ടുമെന്ന് ആള് വിചാരിച്ചു കാണും. ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ വന്നിരുന്ന് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു, അവിടെയും കൂടെ ഉണ്ടായില്ല. പിന്നെയാണ് നമ്മുടെ എമ്പുരാനിൽ വരുന്നത്. മണിക്കൂട്ടൻ സ്വന്തം വോയിസ് അനീഷ് മേനോൻ കൊടുത്ത കാരണം അദ്ദേഹം ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി എന്നാണാവോ ഇദ്ദേഹത്തിന് നല്ല കാലം വരുന്നത് അല്ലെ? മലയാള സിനിമയ്ക്ക് ഇദ്ദേഹത്തെ ഉപയോഗിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു.